ഹായ് ഗായ്സ്, ആഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു LED വ്യൂ മീറ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കണേക്ക് തന്നെ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു സ്കോട്ട് മാർലി. പുള്ളിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയറും കാര്യങ്ങളെല്ലാം പുള്ളിയാണ് റൈറ്റ് ചെയ്തത്. അപ്പം ഞാനിതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് പുള്ളിയുടെ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ആർഡുയിനോ പ്രോ മിനി വെച്ചിട്ട് നമ്മുടെ WS2812B LED ഒരു 70 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ വ്യൂ മീറ്ററായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നോട്ടിഫിക്കേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്താൽ മതി. youtube.com എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കുക, നമ്മുടെ യൂട്യൂബ് വെബ്സൈറ്റ് എടുക്കുക, അതിൽ അഴിച്ചുപണി ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിലൊരു ലൈക്ക് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. കാരണം നമ്മൾ നിങ്ങളായിട്ടുള്ള മിക്കവാറുള്ള ഇൻട്രാക്ഷൻസ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ആയിരിക്കും. അപ്പം നമുക്കിനിയിപ്പം ഈ സംഭവത്തിൻ്റെ പ്രത്യേകതകളും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതും പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ WS2812B LED ആണ്. ഇതിപ്പം നമ്മുടെ ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ ടൈപ്പ് പാനലാണ്. അതായത് 1 മീറ്ററിൽ 144 LED വരുന്ന LED സ്ട്രിപ്പാണിത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് നല്ല രീതിക്ക് ചൂടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി 2 LED ഇതിവിടെ നടുക്ക് ഒരെണ്ണവും താഴത്തെ ഒരെണ്ണം അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ 70 എണ്ണമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു മൈക്ക് മോഡ്യൂളുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും അതിൻ്റെ വ്യൂ കാണിക്കുന്നത് ഈ മൈക്കിൽ നിന്നുള്ള സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ്. മൂന്നാമത് വരുന്നതാണ് ആർഡുയിനോ പ്രോ മിനി. ഈ ആർഡുയിനോ പ്രോ മിനിയാണ് ഒബ്വിയസ്ലി സൗണ്ട് കംപ്ലീറ്റ് സെൻസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്തിട്ട് ഈ എന്താ പറയുക LED സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഒബ്വിയസ്ലി ഇത് വേണ്ടത് വളരെ ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം നോയ്സ് ജനറേറ്റ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ്. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ ലാബ് ബെഞ്ച് പവർ സപ്ലൈ നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലിൽ അത്യാവശ്യം നോയ്സ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറും കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ഇത് പവർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറും കൂടെ നമ്മൾ വെച്ചിട്ടാണ് പവർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശരിക്കും നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോയ്സിനെ സപ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും നല്ല രീതിക്ക് കമ്പോണൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭയങ്കര ബീഫി കപ്പാസിറ്റർ, നല്ല വലിയൊരു കപ്പാസിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4700 UF-ൻ്റെ ഒരു കപ്പാസിറ്ററാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻപുട്ട്, നമ്മുടെ ഈ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ 0 മേൽപോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളൊരു 10K വെച്ച് വോൾട്ടേജ് ഡിവൈഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 UF കപ്പാസിറ്ററും കൂടെ ഇട്ടിട്ടാണ് 10 UF കപ്പാസിറ്റർ കൂടെ ഫസ്റ്റ് ഔട്ട്പുട്ട് വരും. എന്നിട്ട് ആ വോൾട്ടേജ് ഡിവൈഡറിലേക്ക് പോയിട്ടാണ് നമ്മുടെ ആർഡുയിനോനെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശരിക്കുള്ള പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് നോട്ടും കൂടെയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്കോട്ട് മാർലി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വ്യൂ മീറ്റർ മാത്രമേ നമുക്ക് അത്ര നല്ല രീതിക്ക് വർക്കിംഗ് ആയിട്ട് കിട്ടിയുള്ളൂ. കാരണം കുറേ അധികം ഞാൻ വ്യൂ മീറ്ററുകൾ നോക്കിയായിരുന്നു, പക്ഷേ ഇതൊന്നും കാര്യത്തിനോട് എടുക്കുമ്പോഴത്തേക്ക് അത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത് വളരെ ഫ്ലൂയിഡിക്കായിട്ട് പോകുന്നു. ലൈക്ക് ഇപ്പം ഞാൻ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ടോ, അത് താഴത്തെത്തി, ലെവൽ താഴത്തെത്തി. ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ, അതായത് കോഡിങ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിക്കാണ് ചെയ്തു വെച്ചാണ്. കാരണം നമ്മൾ ഈ സ്വിച്ച് ഞെക്കുന്ന സംഭവം ഞെക്കി നമ്മൾ ഏതെങ്കിലും ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ സെക്കൻഡ് പാറ്റേൺ ഇട്ടിട്ടാണ്, സെക്കൻഡ് പാറ്റേൺ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഈ ആർഡുയിനോ ഓഫ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത് പവർ ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം ശരിക്കും സെക്കൻഡ് പാറ്റേണിൽ തന്നെ വന്ന് കിടക്കും. ആ രീതിക്കാണ് പുള്ളി ചെയ്തേക്കുന്നത്. അത്രയും പ്രൊഫഷണലായിട്ടാണ് പുള്ളി ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു നിങ്ങൾക്ക് ഒരു എക്സ്പോഷർ ആവും. അതായത് എങ്ങനെയാണ് ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ആൾ കോഡ് എഴുതുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പോഷറും കൂടെ ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തത്. ഇതാണ് നമ്മുടെ സ്കോട്ട് മാർലിയുടെ ഗിറ്റ്ഹബ് പേജ്. ഇതിൻ്റെ അകത്താണ് പുള്ളി സോഴ്സ് കോഡ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം സോഴ്സ് കോഡ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു സർക്യൂട്ട് ഡയഗ്രാം ഇത് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, പുള്ളിയുടെ സ്വിച്ച് ബട്ടൺ കൊടുത്തിരിക്കുന്നതും അതേമാതിരി റെസിസ്റ്റർ പുള്ളപ്പ് ചെയ്തിരിക്കുന്നതും ഇതെല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് റെഫർ ചെയ്യാവുന്നതാണ്. ഫുൾ ഇൻഫർമേഷൻ ഇതിൻ്റെ അകത്തുണ്ട്.
അപ്പം എനിക്ക് പറ്റിയൊരു ചെറിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അൺസിപ്പ് ചെയ്യാൻ പറയും. അൺസിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ വരണം. അതായത് ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ക്രിപ്റ്റ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ബാക്കിയുള്ള balls.ino, fire.ino, juggle.ino, rainbow.ino ഈ സംഭവങ്ങളെല്ലാം കിടക്കുന്ന ഫോൾഡറിൽ ഫസ്റ്റ് കൊണ്ടുപോയിടണം. എന്നിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതായത് പാരന്റ് ഫോൾഡറിന്റെ പേര് യൂനോ VU ലൈൻ എന്ന് പറഞ്ഞ സെയിം, അതായത് ഇതിന്റെ അതേ പേരുള്ള ഒരു ഫോൾഡറിന്റെ അകത്ത് ഇട്ടിട്ട് വേണം ഈ എല്ലാ ഫയലും ഇട്ടിട്ട് വേണം തുറക്കാനായിട്ട്. അപ്പൊ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ തന്നെ ഈ സ്കെച്ച് റൺ ചെയ്യണേക്ക് മുന്നേ തന്നെ നമ്മളൊരു ലൈബ്രറി ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈബ്രറി എന്താണെന്ന് കാണിച്ചു തരാം. jcbutton.h എന്ന് കണ്ടോ. അപ്പോൾ നമ്മൾ jcbutton എന്നുള്ള ലൈബ്രറി ആദ്യം ഡൗൺലോഡ് ചെയ്യണം. നമ്മൾ jcbutton എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കും. ജാക്ക് ക്രിസ്റ്റൻസന്റെ ഒരു ലൈബ്രറിയാണ്. അപ്പോൾ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്കെച്ച് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ മൊത്തം സോഴ്സ് കോഡ്. ഇതിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ താഴത്തേക്ക് നോക്കിയിട്ടില്ല, കാരണം ഇത് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനത് നോക്കിയിട്ടില്ല. ഞാൻ ആ കൂടെ 2 ഐറ്റം കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് EEPROM വരുന്ന സംഭവങ്ങൾ. എനിക്ക് EEPROMൽ റൈറ്റ് ചെയ്യാൻ അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ EEPROM വരുന്ന ലൈനുകൾ ഞാൻ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലൈൻ നമ്പർ 72 EEPROMലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയുന്നുണ്ട്. അതേമാതിരി 86 EEPROMൽ നിന്ന് റീഡ് ചെയ്തെടുക്കാനും പറയുന്നുണ്ട്. ഈ 2 സംഭവങ്ങൾ ഞാൻ കോഡിൽ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ എന്താണെന്നൊന്ന് പറഞ്ഞുതരാം. 27 വരെ ഉള്ളത് ലെഫ്റ്റും റൈറ്റും ഇത് നേരത്തെ പറഞ്ഞില്ല. അതായത് നമ്മുടെ ഈ ആർഡുയിനോ വെച്ചിട്ട് നമുക്ക് 2 സെറ്റ് ന്യൂ പിക്സൽസ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ലെഫ്റ്റും റൈറ്റും ചാനൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് പുള്ളിയുടെ ഗിറ്റ്ഹബിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 2 ലെഫ്റ്റ് LED സ്ട്രിപ്പ്, റൈറ്റ് LED സ്ട്രിപ്പ് എന്ന് പറഞ്ഞ് 2 LED സ്ട്രിപ്പ് നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല പുള്ളി ഇതിൻ്റെ അകത്ത് ലൈനിനും കൊടുക്കാം, അതേമാതിരി മൈക്കും കൊടുക്കാനുള്ള ഓപ്ഷൻസ് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റപ്പ് 3.5mm ജാക്ക് വെച്ചിട്ട് ലൈനിൻ കൊടുക്കാനാണ്. ഞാൻ പക്ഷേ ഇവിടെ മൈക്കാണ് കുത്തിയത്. ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം, ലെഫ്റ്റ് ചാനൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ. റൈറ്റ് ചാനൽ ഞാൻ ഉണ്ടാക്കിയില്ല. നിങ്ങൾക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റും റൈറ്റും 2 ചാനലും ഒറ്റ ആർഡുയിനോ വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതാണ് ലൈൻ നമ്പർ 9. ലെഫ്റ്റ് പിന്ന് 6, പിൻ 6 ആണ് ലെഫ്റ്റ് ചാനൽ വരുന്നത്. ഔട്ടാണ്, അതായത് ഇത് LED ഔട്ട്പുട്ടിലേക്കുള്ളതാണ്. റൈറ്റ് ഔട്ട് പിൻ എന്ന് പറഞ്ഞത് 5 ആണ്. ലെഫ്റ്റ് പിൻ A3യും റൈറ്റ് പിൻ A4 ആണ്. അത് ഇൻപുട്ടാണ്. ആനലോഗ് പിന്നിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബട്ടൺ പിൻ എന്ന് പറഞ്ഞാൽ പിൻ 3യിലാണ് കൊടുത്തേക്കുന്നത്. ബട്ടൺ പിൻ എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ കൊടുക്കുന്നത്. ഡീബൗൺസ് ചെയ്യേണ്ട എത്ര മില്ലി സെക്കൻഡ് ആണെന്നുള്ളതാണ്. ഡീബൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിലപ്പോൾ നമ്മളൊരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും 1-ലധികം തവണ പ്രസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 1-ലധികം പ്രസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഡീബൗൺസ് എന്ന് പറയുന്നത്. ലോങ് പ്രസ് എന്ന് പറഞ്ഞാൽ ഇത് 500 മില്ലി സെക്കൻഡ് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇത് മോണോ മോഡിൽ വർക്ക് ചെയ്യുന്ന എങ്ങാണ്ടാണ് പുള്ളി പറഞ്ഞത്. കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല, കാരണം ഞാൻ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ്. N പിക്സൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര LED കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 70 LED ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു. ആ 70 ആണ് ഇവിടെ കാണുന്നത്. മാക്സിമം മില്ലി ആംപ്സ് ഇവിടെ 500 മില്ലി ആംപിയർ ആണ് പുള്ളി കറണ്ട് ഡ്രോയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ USB എന്നൊക്കെ കൂടുതൽ പവർ വലിച്ചു കഴിഞ്ഞാൽ USB ചിലപ്പം ടേൺ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളി അതിനും കറണ്ട് റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ അടിപൊളിയായിട്ട് പ്രൊഫഷണലായിട്ടാണ് പുള്ളി കോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഇത് കണ്ടോ, ഡീബൗൺസ് പുള്ളി സെപ്പറേറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലിട്ടു. ലോങ് പ്രസ് എത്ര നേരം വേണമെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എത്ര മില്ലി ആംപിയർ നമ്മുടെ സർക്യൂട്ട് വലിക്കണം എന്നുള്ളത് പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നല്ല പ്രോഗ്രാമിൽ ഇതൊക്കെയുണ്ട്. പിന്നെ ഉള്ളത് കളർ ഓർഡർ GRB, അതേമാതിരി LED ടൈപ്പ് WS2812B, DC ഓഫ്സെറ്റ്, ഈ സംഭവങ്ങൾ, നോയ്സ് ഒക്കെ. അതായത് ഇപ്പം നമ്മൾ LED സ്ട്രിപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഏതെങ്കിലും കുറച്ച് LEDകൾ സൗണ്ട് ഇല്ലാണ്ട് കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോയ്സ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സൗണ്ടിന്റെ സാമ്പിൾസ് എത്ര എടുക്കണം എന്നുള്ളതാണ്.
ബാക്കിയുള്ളത് ടോപ്പ് ആൻഡ് പിക്സൽസ് +2, അത് പീക്ക് ഫോൾ 20, ടോപ്പ് അത് 2 പിക്സൽ വെച്ച് കത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്താണെന്നുള്ളത് എനിക്ക് പിടിപാട് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് നോക്കിയിട്ടില്ല കൂടുതലായിട്ട്. അപ്പം ഇത്രയാണ് സംഭവങ്ങൾ വരുന്നത്. എന്താണെന്നുണ്ടെങ്കിലും വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത്ര സംഭവങ്ങളെ ഇത്രയും ഓൾട്ടറേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിൻ നമ്പർ 6, 6ഉം 5ഉം A3 A4, പിന്നെ പിൻ നമ്പർ 3ൽ ബട്ടണും കൊടുത്തു. ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഞാൻ ആ കൂടെ നിയോ പിക്സലിന്റെ കൗണ്ട് മാറ്റി. പിന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. 72ാമത്തെ EEPROM റൈറ്റ് കമന്റ് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. ഞാൻ കമന്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ EEPROMന് ഒരു റൈറ്റ് സൈക്കിൾ ഉണ്ട്. അതായത് എത്രയാണെന്ന് അറിഞ്ഞൂടാ, ആ റൈറ്റ് സൈക്കിൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ EEPROM കംപ്ലൈന്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ഉപയോഗിക്കേണ്ടാത്ത, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓരോ തവണയും റൈറ്റ് ചെയ്ത് അതിലേക്ക് ഡാറ്റ പാസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ EEPROM ഉപയോഗിക്കാത്തത് കേട്ടോ. ഇപ്പൊ കാണുന്നത് ആണ് നമ്മുടെ വ്യൂ മീറ്റർ. ഇതിന് 17 തരത്തിലുള്ള മോഡുകളുണ്ട്. ഇപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇപ്പം ഞാൻ മോഡ് നമ്പർ 1ലാണ്. ഇത് നമ്മൾ മോഡ് നമ്പർ 2ലേക്ക് മാറ്റി. ഇപ്പം 2 സൈഡും പൊങ്ങി വരുന്ന ഒരിതായിട്ടുണ്ട്. മോഡ് നമ്പർ 3 ഗ്രീനും റെഡും, മോഡ് നമ്പർ 4, മോഡ് നമ്പർ 5, മോഡ് നമ്പർ 6, മോഡ് നമ്പർ 7, മോഡ് നമ്പർ 8. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മോഡ് നമ്പർ 9, മോഡ് നമ്പർ 10, ഇത് 11. ഇതെന്താണെന്ന് എനിക്ക് കത്തിയിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞനുസരിച്ചിട്ടൊന്നും കത്തണമായിട്ട് തോന്നുന്നില്ല. 12 ഇതാണ്. മൊത്തത്തിൽ പൊക്കത്തേക്കും താഴത്തേക്കും ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കും. 12, 13. ഇതൊരു സ്പ്രിങ് ആക്ഷൻ ടൈപ്പാണ്. 13. ഇത് 14, 15. ഹലോ ടെസ്റ്റിംഗ്. 16, നമ്പർ 16 ചെറിയ രീതിയിൽ ആ മിട്ടൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ പൂത്തിരി വരുന്ന മാതിരി. 17. ഇതാണ് ഫൈനലായിട്ടുള്ളത്. മൊത്തം 17 മോഡുകളുണ്ട്. ഇത് നമ്മൾ തിരിച്ച് ഫസ്റ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഗൈസ്, വളരെയധികം ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റാണ്. പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തത്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, എന്തെങ്കിലും കമൻറ്റോ ലൈക്കോ ഒക്കെ അടിക്കാണ്ട് പോകല്ലേ, കാരണം നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.